സാധ്യമാകുന്ന വിധത്തിൽ തന്നെയാണ് ഇതിന്റെ നടപടിക്രമങ്ങൾ ഇപ്പോൾ കൊണ്ടുപോകുന്നത്. സങ്കടകരമായി ഉണ്ടായ ഒരു കാര്യം, സാധാരണ കാലവർഷത്തിനും തുലാവർഷത്തിനും ഇടയിൽ കിട്ടേണ്ട ഒരു ഇടവേള ഇത്തവണ പ്രത്യേകിച്ച് വയനാട്ടിൽ ലഭ്യമാകുന്നില്ല. അതിന്റെ ഒരു പ്രതിസന്ധി ഉണ്ട്. അതുകൊണ്ട് തന്നെ മഴ പെയ്യുന്ന കാലത്ത് നിർമ്മാണ പ്രവർത്തനത്തിന്റെ സാധ്യത അനുസരിച്ചുകൊണ്ട് അത് മുന്നോട്ട് പോകുകയല്ലാതെ മറ്റു മാർഗങ്ങളൊന്നുമില്ല. സമയക്രമം ആ വിധത്തിൽ തന്നെ പോകണം എന്നാണ് ഇപ്പോഴും നമ്മൾ ആലോചിച്ചിട്ടുള്ളത്. ഫൈനൽ ലിസ്റ്റിന്റെ കാര്യത്തിൽ എന്താ തീരുമാനം? എന്തുകൊണ്ടാണ് അത് ഇറങ്ങാൻ ഇപ്പോഴൊരു ഫൈനൽ ലിസ്റ്റ് ഇറങ്ങാൻ വേറെ പ്രത്യേകിച്ചായിട്ടുള്ള ഒരു പ്രശ്നം ഉള്ളതായിട്ട് അറിയില്ല. 402 പേരുടെ ലിസ്റ്റ് ഓൾറെഡി ഇറങ്ങി. 49 പേരുടെ രണ്ടാമത്തെ ഷെഡ്യൂൾ ഇറങ്ങി. പിന്നെ വന്നിട്ടുള്ളത് ആ പ്രദേശത്ത് നേരിട്ട് ബാധിക്കപ്പെടാത്ത വിധത്തിലുള്ള ആളുകളുടെ അപേക്ഷയാണ്. അതെങ്ങനെയാണ് തീർക്കുക എന്നുള്ളത് നോക്കാൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അത് സ്വാഭാവികമായിട്ട് വരും. ഇപ്പോൾ ഉള്ള ലിസ്റ്റിൽ യാതൊരു പ്രതിസന്ധിയും ഇല്ല. ആ ലിസ്റ്റ് ഏതാണ്ട് DDMA തന്നെ കണ്ട് പൂർണ്ണമാണ്. DDMA റെക്കമെൻഡ് ചെയ്ത അതെ DDMA തന്നെ കണ്ട ഒരു നിർദ്ദേശം അനുസരിച്ചാണ് 49 പേരുടെ കാര്യം വന്നിട്ടുള്ളത്. പരാതികൾ അക്കാര്യത്തിലും ചിലത് വന്നിട്ടുണ്ട്. അത് വളരെ ഗൗരവമായി സർക്കാർ കാണുകയും പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട്. എല്ലാം കൃത്യമായ അളവിൽ അത് മുന്നോട്ട് പോകുന്നുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ 3 കാറ്റഗറി തന്നെയാണ് ഗവൺമെന്റിനുള്ളത്. അതല്ലാതെ ദുരന്തം അനുഭവിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള നടപടിയാണ് പ്രിൻസിപ്പൽ സെക്രട്ടറിയോട് ശുപാർശ ചെയ്തിട്ടുള്ളത്. അദ്ദേഹം നോക്കി അതിന്റെ ഫൈനലായിട്ടുള്ള അഭിപ്രായം രേഖപ്പെടുത്തുന്ന മുറയ്ക്ക് കാര്യങ്ങൾ പടവെട്ടിക്കൊന്നും പുറത്തു നിൽക്കുകയാണല്ലോ. ആ മേഖല കൂടി പരിഗണിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നം പൂർണ്ണമായിട്ടും ഒഴിവാകും. സർക്കാരിന്റെ തലവേദന ഇല്ലാണ്ടാവില്ല. സർക്കാരിന് ഇപ്പോൾ ഒരു തലവേദനയില്ല. സർക്കാർ തലവേദന ഇല്ലാതെ മുന്നോട്ട് പോകും. ആകെയുള്ള തലവേദന ഇതിനെ സഹായിക്കേണ്ട കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിനോട് ചിറ്റമ്മ നയം എന്നല്ല പറയേണ്ടത്. ചിറ്റമ്മ നയം എന്നൊക്കെ പറഞ്ഞാൽ ഒരു മര്യാദയുണ്ട്. കാരണം ചിറ്റമ്മയ്ക്കും ഉണ്ടാകുമല്ലോ ഒരു നയം. ഇത് ശത്രുതാപരമായിട്ടുള്ള നയം കേരളത്തിനോട് കാണിക്കുക എന്നുള്ള ഏറ്റവും കേരളം ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത, എന്നിട്ട് അതിനെ ന്യായീകരിക്കാൻ കുറെ ആളുകൾ പറഞ്ഞിരിക്കുകയാണ്. സെക്ഷൻ 13 അനുസരിച്ച് കേരളത്തിന്റെ കടമെഴുതി തള്ളുന്നതിനെ കുറിച്ച് കേന്ദ്ര ഗവൺമെന്റ് നടത്തിയ എത്ര ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള അഭിപ്രായ പ്രകടനമാണ്. അതാണ് നമ്മുടെ തലവേദന. കാരണം കേരളത്തിലെ ജനങ്ങൾക്ക് കിട്ടേണ്ട ഒരു അവകാശത്തെ, കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ ജനങ്ങൾക്ക് കിട്ടേണ്ട, ഇത് കേരളത്തിൽ മാത്രമായിട്ട് അവസാനിക്കും എന്ന്, കേരളത്തിൽ മാത്രമായിട്ട് അവസാനിക്കുന്ന ഒന്നാണെന്നും ഞങ്ങൾക്ക് ഇതുകൊണ്ട് ദ്രോഹിക്കാൻ പറ്റുന്നത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിൻ്റെത് മാത്രമായിരിക്കും എന്നും കേന്ദ്ര ഗവൺമെന്റ് തെറ്റിദ്ധരിക്കരുത്. ഉണ്ടാകാതിരിക്കട്ടെ. പക്ഷേ ദുരന്തം എപ്പോഴും എവിടെയും ഉണ്ടാകാം. എവിടെ ഉണ്ടായാലും അവിടെയുള്ള ഇരകളാക്കപ്പെട്ട മനുഷ്യരുടെ കടങ്ങൾ എഴുതി തള്ളാനാണ് 2005 പൂർണ്ണമായും സർക്കാരിനെയും NDMAയും ചുമതലപ്പെടുത്തിക്കൊണ്ട് സെക്ഷൻ 13 പ്രകാരം കടം എഴുതി തള്ളാൻ പിന്നെ നിശ്ചയിക്കുന്ന നടപടി ഉണ്ടായത്. എന്നിട്ട് ബന്ധപ്പെട്ടൊരു ഉന്നതനായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തകൻ, കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവ് പറയാണ് കടങ്ങൾ എഴുതി തള്ളാൻ പിന്നെ ബാങ്കുകളുടെ ഭരണസമിതിക്ക് മാത്രമേ അധികാരമുള്ളൂ. ആരോടാണ് ഇതൊക്കെ പറയുന്നത്? കോടതി തന്നെ പറഞ്ഞല്ലോ, ഒരു ഭരണഘടനാപരമായിട്ടുള്ള ഒരു സംവിധാനത്തെ അട്ടിമറിക്കണ്ട എന്ന് കരുതിയത് കൊണ്ടാണ്, ഒരു ഫെഡറൽ സംവിധാനത്തെ അട്ടിമറിക്കണ്ട എന്ന് കരുതിയത് കൊണ്ടാണ് ഞങ്ങൾ ഇപ്പോൾ ഇവിടെ നിർത്തുന്നത്. കേരളത്തിലെ ജനങ്ങളെ സഹായിക്കാതിരിക്കാൻ സെക്ഷൻ 13 എന്നത് പിൻവലിച്ച് ഇങ്ങനെ വർത്തമാനം പറയുന്ന ഗവൺമെന്റിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങൾക്കെന്ന് പറഞ്ഞാൽ സംസ്ഥാന ഗവൺമെന്റിനല്ല ഹൈക്കോടതിക്ക് പറയാനുള്ളത്, ഞങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കണ്ട, ഞങ്ങളെ പറ്റിക്കാനും നോക്കണ്ട. ആരെയാണ് നിങ്ങൾ പറ്റിക്കാൻ നോക്കുന്നത്? നിങ്ങൾ ജനാധിപത്യത്തിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ടവരാണെങ്കിൽ ജനങ്ങളോട് മറുപടി പറയണം. അറിയില്ലെങ്കിൽ ഭരണഘടന വായിക്കൂ എന്ന് ഒരു കേന്ദ്ര ഗവൺമെന്റിനോട് ഇന്നേ വരെ ഇന്ത്യയിൽ ഒരു കോടതിയും പറഞ്ഞിട്ടില്ല. അതുപോലും പറഞ്ഞിട്ടും ഒരു നാണവുമില്ലാതെ ശത്രുതാപരമായ നടപടി തുടരുന്നു എന്നുള്ളത് മാത്രമേ നമ്മുടെ പ്രശ്നമുള്ളൂ. നേരത്തെ നിങ്ങൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഏതെങ്കിലും ഒരു പ്രദേശത്തിനോട് പ്രത്യേകമായ മമതയോ ഏതെങ്കിലും ഒരു പ്രദേശത്തിനോട് പ്രത്യേകമായിട്ടുള്ള വിരോധമോ ഗവൺമെന്റിനില്ല. അതിന് ചുമതലപ്പെടുത്തുന്നവർ സർക്കാരോ അതിൻ്റെ മന്ത്രിമാരോ MLAമാരോ ആയിരിക്കുന്നത്. നിർബന്ധമായും അത് ചെയ്യേണ്ട ഉദ്യോഗസ്ഥന്മാർ അത് ചെയ്യും. അത് ചെയ്തതിനെ സംബന്ധിച്ച ഒരു വിശകലനം നടത്തിയിട്ടുണ്ട്. പ്രിൻസിപ്പൽ സെക്രട്ടറി കൂടി, റവന്യൂ ദുരന്ത നിവാരണ സെക്രട്ടറി കൂടി അടിയന്തര പരിശോധന നടത്തും. കുറച്ചുകൂടി നേരത്തെ വരേണ്ടതാണ്. പക്ഷെ നിയമസഭയും അതിന്റെ നടപടിക്രമങ്ങളുമായിരുന്നതുകൊണ്ട് എത്തിച്ചേരാൻ കഴിയാഞ്ഞതാണ്. ഈ നവംബർ മാസത്തിന്റെ തുടക്കത്തിൽ തന്നെ അദ്ദേഹം വന്ന്, ഒക്ടോബർ മാസത്തിന്റെ അവസാനത്തിലോ നവംബർ മാസത്തിന്റെ ആദ്യത്തിലോ ആയി അദ്ദേഹം കൂടി വന്ന് DDMAയുടെ ശുപാർശ കൂടി പരിശോധിച്ചുകൊണ്ട് ഒരു നിർദ്ദേശം സർക്കാരിന് തരും. സർക്കാർ അത് അംഗീകരിച്ചു പോകും. പിന്നെ ഉറപ്പായിട്ട് പറ്റും. പക്ഷെ നമ്മൾ ചെയ്യുമ്പോൾ സിബിൽ സ്കോർ മാറില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. നമുക്ക് ചെയ്യാൻ ഒരു പ്രയാസമില്ല. ഒരു ദുരന്തബാധിതനായിട്ടുള്ള ഇരയെയും കടം പെട്ടു എന്നുള്ളത് കൊണ്ട് കേരളം അവരൊറ്റപ്പെടുത്തില്ല. അതിനുള്ള സംവിധാനം എന്തു വന്നാലും കേരളം ഉണ്ടാക്കും. പക്ഷെ കേരളത്തിന് മുമ്പാകെയുള്ള പ്രശ്നം അടുത്ത സിറ്റിങ്ങിന് മുമ്പായി ഇതിൽ അന്തിമാഭിപ്രായം പറയാനും ബാങ്കുകളെ വിളിച്ചു വരുത്താനും കേരളത്തിന് ഹൈക്കോടതി തീരുമാനിച്ചിട്ടുണ്ട്. അതുകൂടി കേൾക്കട്ടെ, എന്നിട്ട് നമുക്ക് നിശ്ചയിക്കാം.
മറ്റൊരു കാര്യം കൂടി, ഇവിടെ കുറച്ച് ആവശ്യങ്ങൾ കൂടി പുറത്തുനിന്ന് വന്നിട്ടുള്ളത്, ഒന്ന് ഇവിടെ ഒരു സ്കൂൾ പ്രവർത്തിക്കുന്നുണ്ട്, ഗവൺമെന്റ് LP സ്കൂൾ. അതിന് ടൗൺഷിപ്പിലേക്ക് മാറ്റി സ്ഥലം അനുവദിക്കണം എന്നൊരാവശ്യം വന്നു. ജനറൽ ആശുപത്രി സ്ഥലപരിമിതി മൂലം ബുദ്ധിമുട്ടാണ്. ജനറൽ ആശുപത്രി ഇങ്ങോട്ട് മാറ്റണം എന്നൊരാവശ്യമുണ്ട്. ഇങ്ങനെയുള്ള ആവശ്യങ്ങളൊക്കെ എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടോ, പരിഗണനയിലുണ്ടോ? അല്ല, സ്വാഭാവികമായിട്ടും അങ്ങനെ വരുന്ന ഏതാവശ്യവും, ഇങ്ങനെ ഒരു 410 ആളുകൾ താമസിക്കുന്ന ഒരു നഗരത്തിന് എന്തെല്ലാമാണോ വേണ്ടത് അതെല്ലാം ഉണ്ടാക്കും. അത് തൊട്ടപ്പുറത്തുള്ളത് കൊണ്ട് അതിന്റെ സേവനം ലഭിക്കുമെങ്കിൽ ഇവിടെ വേണ്ടെന്ന് വയ്ക്കുന്നു മാത്രമേ ഉള്ളൂ. അതല്ല, അതിന് പരിമിതി ഉണ്ടെങ്കിൽ ആ കാര്യവും നമുക്ക് ആലോചിക്കും. അതൊന്നും പ്രയാസം ഉണ്ടാകില്ല. ഇവിടെയുള്ള 410 ആളുകൾക്കും ഒരു ടൗൺഷിപ്പായി തന്നെ ഇവിടെ നിലനിൽക്കാൻ, ഇത് ലോകത്തിന്റെ മുമ്പിൽ കേരളം അവതരിപ്പിക്കുന്ന ഒരു മാതൃകയായിട്ട് മാറ്റാൻ എന്താണോ സൗകര്യങ്ങൾ വേണ്ടത് അതെല്ലാം ചെയ്യും. ആ സൗകര്യങ്ങൾക്ക് എല്ലാവരും ഒരുമിച്ച് നിൽക്കണം. പക്ഷേ കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിനോട് കാണിക്കുന്ന ഈ ശത്രുതാ മനോഭാവത്തിനെതിരായി വലിയ വികാരം ജനങ്ങളുടെ മനസ്സിൽ ഉയർന്നു വരുന്നുണ്ട്. പ്രധാനമന്ത്രിയെ വീണ്ടും കേരളത്തിലെ മുഖ്യമന്ത്രി പോയിക്കൊണ്ട് എത്ര തവണയാണ് ഇത് കാണുന്നത്? ആഗസ്റ്റ് 17 നമ്മൾ കൊടുത്ത മെമ്മോറാണ്ടത്തിൽ 1202 കോടി രൂപ, ഒരനക്കുമില്ല. PDNക്ക് കൊടുത്ത 2221 കോടിയിൽ 269 കോടി മാത്രം, മറ്റൊന്നിനും അനുവദിച്ചിട്ടില്ല. അതിൽ തന്നെ നിർമ്മാണ പ്രവർത്തനത്തിന് മാറ്റിവെച്ചിട്ടുള്ളത് 30 കോടിയാണ്. ഈ 260 ആകെ മാറ്റിവെച്ചിട്ടുള്ളത് 30 കോടിയാണ്. ബാക്കി പല മേഖലകൾക്ക് വേണ്ടി സംവരണം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. കടങ്ങൾ എഴുതി തള്ളാൻ ലക്ഷ്യമില്ല. 5 മാസം കഴിഞ്ഞിട്ടാണ് L3 ആയി പ്രഖ്യാപിച്ചത്. കേരളത്തിനോട് ഇങ്ങനെ ശത്രുതാപരമായിട്ടുള്ള നടപടി കാണിച്ചാലും വയനാട് കേരളത്തിന്റെ ആകെ കൺസേൺ ആണ്. ലോകത്തുള്ള മലയാളിയുടെ കൺസേൺ ആണ്. അത് വിട്ടുപോകുന്ന പ്രശ്നമില്ല. ലൈഫ് മിഷൻ കേസിൽ ഇപ്പം മുഖ്യമന്ത്രിയുടെ മകനെ ചോദ്യം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് അനിൽ അക്കരെ പരാതി കൊടുത്തിട്ടുണ്ട്. ED ഡയറക്ടർക്ക് ഉൾപ്പെടെയാണ് പരാതി കൊടുത്തിരിക്കുന്നത്.